ഈ അപ്പന്മാർക്ക് പെൺകുട്ടികളോട് സ്നേഹം കൂടുതലാണെന്ന് പറയുമല്ലോ. അപ്പോൾ ചേച്ചീനെ ഭയങ്കര പൊന്നായിരിക്കലും എനിക്ക് മറ്റേ ഒലയ്ക്കും മട്ടലിനൊക്കെയാണ് അടി കിട്ടുന്നത്. തലവഴിക്കൊക്കെ നല്ല കീറിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്നൊരു സ്റ്റേജിൽ നിന്ന് നമ്മളൊരു 26, 27, 28 വയസ്സാകുമ്പോഴത്തേക്കും അപ്പന്മാരായിട്ട് കമ്പനിയാവും. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അപ്പന്മാരുടെ കൂടെയൊക്കെ നമ്മളുണ്ട്. അവർ കമ്പനി അടിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരു ഒരുമിച്ച് വെള്ളമടിക്കുകയും അല്ലെങ്കിൽ കമ്പനി അടിച്ച് പോണേ എന്ന് പറഞ്ഞ് അങ്ങനെ. അതായത് പണ്ടത്തെ ഒരു രീതിയല്ല, ചെറുപ്പത്തിലുള്ള രീതിയായിരിക്കില്ല, മാറി അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു ടൈമൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്. കാരണം ഫാദർ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു, അല്ലെങ്കിൽ പണ്ടത്തെ ഉണ്ടെങ്കിൽ പണ്ട് ഭയങ്കര ദേഷ്യമായിരുന്നു എന്നൊക്കെ ഉള്ളത് പറയണമായിരുന്നു. അങ്ങനത്തെ ഒരു സാധനം അത് പറയാൻ പറ്റില്ല, പക്ഷെ അറിയായിരിക്കും. അറിയുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിലതുണ്ടല്ലോ. ഈ ഭാര്യ 3 വട്ടം കല്യാണം കഴിച്ചിട്ടില്ലേ? 3 വട്ടോ? 3 ആക്കിയോ? 2 വട്ടോളാ? 2 വട്ടം. 2 വട്ടം. 3 വട്ടമായിരുന്നു. രജിസ്റ്റർ മാരേജും കൂടി കുട്ടിക്കഴിഞ്ഞാൽ 3 വട്ടം കല്യാണം കഴിച്ചിട്ടില്ലേ? അതെന്താ കഥ? അത് കഥയൊന്നുമില്ല. നമ്മൾ 2 റിലീജിയൻ എന്നുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ ശ്രുതി ഹിന്ദു ഫാമിലിയിൽ നിന്നാണ്, ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എനിക്കൊരു രജിസ്റ്റർ മാരേജ് ചെയ്യാനേ താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. ശ്രുതിക്കും ഓക്കെ ആയിരുന്നു അതിൽ. പക്ഷെ എന്താ സംബന്ധം കഴിഞ്ഞാൽ കല്യാണം, വീട്ടിലെ കല്യാണം, പെൺകുട്ടിയുടെ കല്യാണം, അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ അവസാനത്തെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഒരു ഇമോഷണൽ അത്യാചാറ് വന്നപ്പോൾ ആ സമയത്ത് ഓക്കെ എന്നാൽ രണ്ടുപേരെ ഹാപ്പി ആക്കിയൊക്കെ എന്നുള്ള രീതിയിൽ രാവിലെ എന്താ പറയുക, ഹിന്ദു റിച്വൽസ് പ്രകാരം കഴിഞ്ഞിട്ട് ക്രിസ്ത്യൻ പള്ളിയിൽ കെട്ടും കഴിഞ്ഞു. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് പരിപാടി ഞാൻ തീർത്തു. അധികം ബുദ്ധിമുട്ടിച്ചില്ല ആര്. കാരണം ഒന്നാമത് ശ്രുതി മുംബൈയിലായതുകൊണ്ട് അവിടുത്തെ ഫാമിലിയും റിലേറ്റീവ്സും എല്ലാവരും ഇങ്ങോട്ടേക്ക് വരണം. അപ്പോൾ അതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് പരിപാടി തീർത്തു. രജിസ്റ്റർ ചെയ്ത്, കാരണം നമ്മൾ 2 റിലീജിയൻ ആയതുകൊണ്ട് സ്പെഷ്യൽ ആക്ട് പ്രകാരം നടക്കുള്ളൂ. അപ്പോൾ ഒക്ടോബറിൽ 3ാമത്തെ കല്യാണം കഴിച്ചു. അങ്ങനെ 3 പ്രാവശ്യം കല്യാണം കഴിച്ചു. ഫാമിലിയുടെ ഒരു മെൻ്റൽ സപ്പോർട്ട് ഉണ്ടല്ലോ നമുക്ക് തരുന്നത്, പടങ്ങളില്ലാത്ത സമയത്തും പടങ്ങളുള്ള സമയത്തും. അത് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? അല്ല, അവർക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. അവർക്ക് അല്ലാതെ വേറെ വഴിയില്ലല്ലോ. എത്രത്തോളം എഫേർട്ട് ഇട്ട് അതിൻ്റെ പുറകെ നിൽക്കുന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഇപ്പം ആദ്യത്തെ സമയത്ത്, ഇപ്പോൾ മലർവാടി ചെയ്ത് കഴിഞ്ഞ സമയത്ത് റിലേറ്റീവ്സും ഫാമിലി മെമ്പേഴ്സും അതുപോലെ തന്നെ നൈബേഴ്സ് വരെ, കാരണം നമ്മൾ മുമ്പിൽ കാണുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും പരിചയമുള്ളവരാണ്, അടുത്തുള്ള വീട്ടുകാരും ഇതൊക്കെ. മമ്മിയെ കിടന്ന് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും കാണുന്നതാണ്, ഫാദറിലല്ലോ. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് ഞാൻ ഈ സിനിമയുടെ പുറകെ ഇങ്ങനെ കാള കളിച്ച് നടക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ചിന്തയില്ല. വേറെ അല്ലെങ്കിൽ കുടുംബം, ഫാമിലി, മമ്മി, സിസ്റ്റർ ഇവരെയൊക്കെ നോക്കണം എന്നുള്ള അങ്ങനത്തെ ഒരു ചിന്തയൊന്നും പോകുന്നില്ല. നമുക്ക് സിനിമ എന്തെങ്കിലും നേടണം എന്നുള്ളൊരു പരിപാടിയുടെ പുറകെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആ സമയത്ത് ഒരുപാട് പേര് അങ്ങനത്തെ ഇത് പറഞ്ഞായിരുന്നു. നടക്കണമല്ലോ, അതായത് മലർവാടിയിലൊരിത് കിട്ടിയെന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമകൾ വരുന്നില്ല. നമ്മളിങ്ങനെ ഓഡീഷൻ എന്ന് പറയുന്നത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഡയറക്ടേഴ്സിനെ പോയി കാണുന്നുണ്ട്, എന്നല്ലാതെ സിനിമ നടക്കുന്നില്ല. എല്ലാവരുടെയും ഒന്നാമത് സാധാരണക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ സാധാരണക്കാരാണല്ലോ ചുറ്റുമുള്ളത്. അപ്പോൾ അവരൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കണം ഒരു സിനിമ കിട്ടി പിന്നെ പടപടപട ചെയ്യുന്ന സിനിമയെന്നുള്ള വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, ബാക്ക് ടു ബാക്ക് സിനിമ ആയിരിക്കുന്നത്. പിന്നെ മാസമല്ല, അതായത് ഇന്നൊരു സിനിമ, നാളെ സിനിമ, മറ്റന്നാൾ സിനിമ, അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ രീതിയിലാണ് എന്നെ മലർവാടി കഴിഞ്ഞപ്പോൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരും വഴി കൂടി പോകുന്നവരും, കടയുള്ളതുകൊണ്ട് തന്നെ എല്ലാവരെയും നന്നായിട്ട് അറിയാം. കാരണം എല്ലാവരുടെയും പറ്റും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കടയിൽ ഇരുന്നുണ്ട് ഒരുപാട്. ഞാൻ മാർക്കറ്റിൽ പോയി, പപ്പ മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. മമ്മിക്ക് ഞാൻ മാർക്കറ്റിൽ പോയി പച്ചക്കറികളും ഹോൾസെയിൽ സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് വന്നിട്ടാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നത്. ഞാൻ ഭയങ്കര ഫുഡിയാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം, ഫാദറിൻ്റെ കൂടെ ഞാൻ പോവുമായിരുന്നു മാർക്കറ്റിൽ സാധനങ്ങൾ എടുക്കാനായിട്ട്. പ്രധാനമായിട്ടും പോയിക്കൊണ്ടിരുന്നത് 5 മണിക്ക് എണീറ്റ് പോകണം. 5 മണിക്ക്, അതായത് 4 മണിക്ക് എണീറ്റ് റെഡിയായി ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മാർക്കറ്റിൽ ചെന്നപ്പോഴത്തേക്കും ലോഡൊക്കെ വന്ന് ഈ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ തിരഞ്ഞെടുക്കണം. ഓരോന്നും നമ്മുടെ കടയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഓരോന്നും തിരഞ്ഞെടുത്ത്, അപ്പോൾ ഞാനങ്ങനെ പോയി തിരഞ്ഞെടുക്കുന്ന പരിപാടി. അത് കഴിഞ്ഞിട്ടൊരു 7 മണി 7:30 ആകുമ്പോഴത്തേക്കും അവിടെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്. അവിടെ ബീഫ്, നല്ല ചൂടൻ ബീഫ് ഇങ്ങനെ തിളക്കണ്ടാവും, നല്ല എണ്ണ പത്തിരിയില്ലേ, നല്ല പത്തിരിയും പ്ലേറ്റിൽ. നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ വീട്ടിൽ കടയിലേക്കുള്ള സാധനങ്ങളും പരിപാടികളൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല ഒരു 3 പത്തിരി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് ആ ബീഫും ചാറും കൂടി ഇങ്ങോട്ട് കുഴിയാണ്. പത്തിരി ഇങ്ങനെ കുതിർന്നിട്ടുണ്ടല്ലോ, എടുത്തിങ്ങനെ വായിലേക്ക് വെച്ചിട്ട് പൊള്ളിയരുത്, പൊള്ളി ടേസ്റ്റാണ്. അത് കഴിക്കാനായിട്ടാണ് ഞാൻ പ്രധാനമായിട്ടും പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് അങ്ങോട്ട്, അപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയി സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത്
വരാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഈ കൺസേൺ ആണ്, അതായത് എന്താ ഒരുത്തൻ നേഴ്സിംഗും പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ പണിക്കും പോകുന്നില്ല, അല്ലെങ്കിൽ സ്കോപ്പുള്ളൊരു ഫീൽഡാണ്, പുറത്തേക്ക് പോകാൻ പറ്റും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ ജോലിക്ക് പോകാൻ പറ്റും. ഞാൻ പോയിട്ടുണ്ട് കേട്ടോ, ഇവിടെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, 2 ആഴ്ച പോയിട്ടുണ്ട് ലേക്ക് ഷോറിൽ. അപ്പോൾ ഈ ഒരു കൺസേണും കാര്യങ്ങളൊക്കെ വന്നുന്ന സമയത്ത് ഇവരും ഇപ്പം മമ്മിയും ഒക്കെ ആണെന്നുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയുന്നത് ജോലിക്ക് പോകുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇത് നേഴ്സിങ്ങിനോ, സിനിമ വിട് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വൺസ് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പം നേരം സിനിമ അതിലാണൊരു ബ്രേക്ക് ത്രൂ കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു മുഴുനീള കഥാപാത്രം ഒരു സിനിമയിൽ കണ്ടത്, ഒരു ക്യാരക്ടറായിട്ട് സിനിമയിൽ രജിസ്റ്റർ ആവുന്നത്. അപ്പോൾ ആ സമയത്ത് മമ്മി ഇവിടെ ഇല്ല, മമ്മി ദുബായിലാണ്. മമ്മി സിസ്റ്ററിൻ്റെ അടുത്ത് പോയേക്കാണ്. എന്നിട്ട് മമ്മി തിരിച്ചു വന്ന ശേഷമാണ് മമ്മീനെ ഞാൻ പത്മയിൽ കൊണ്ടുപോയി സിനിമ കാണിക്കുന്നത്. അന്ന് നേരം റിലീസായിട്ടുണ്ട്. മമ്മീനെ തിയേറ്ററിൽ പോയി സിനിമ കണ്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് എല്ലാവരും പറയുന്നില്ല ഫോട്ടോ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും വന്ന് ഷെയ്ക്ക് ഹാൻഡ് ഇരുന്നുണ്ട്, റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ പരിപാടികൾ. അപ്പോൾ മമ്മി ഭയങ്കര ഹാപ്പിയാണ് ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ അവർക്ക് മനസ്സിലായി, പറയുന്നത് സീരിയസ് ആയിട്ടാണ് പരിപാടി പോയിക്കൊണ്ടിരിക്കണത് എന്നുള്ളത് അവർക്ക് മനസ്സിലായപ്പോൾ ഒരു കൺസേൺ ആണ്. അതായത് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ജീവിതത്തിൽ എന്തെങ്കിലും നേടാനായിട്ട് സാധിക്കണം എന്നുള്ളൊരു കൺസേൺ ഉള്ളതുകൊണ്ടാണ്. കാരണം അവരൊക്കെ ജീവിച്ചത് ഞാൻ കണ്ടേക്കുന്നതാണ്, അത് അങ്ങനെയാണ് ജീവിച്ച് വന്നേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നല്ലൊരു മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടാവാനായിട്ട് അവർ ആഗ്രഹിക്കുമല്ലോ മക്കൾക്ക്. നമ്മളങ്ങനെയാണല്ലോ, എല്ലാവരും അങ്ങനെ തന്നെ. നമ്മുടെ മക്കൾക്ക് നമ്മൾക്കുണ്ടായ ബുദ്ധിമുട്ടുള്ള അതെ നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് പറ്റണം എന്നെല്ലാവരും ആഗ്രഹിക്കും. അപ്പോൾ ആ ഒരു കൺസേണും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് അവർ നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ വേറെ പണിക്ക് പോകും എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മുടെ ആഗ്രഹം, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് നമുക്കറിയുള്ളൂ. വൺസ് പ്രൂവ് ചെയ്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഫാമിലി തന്നെ ആയിരിക്കും. മനസ്സിലായത്? അതിപ്പോൾ ഒരു ഡൗൺഫോൾ ഉണ്ടായാലും, അല്ലെങ്കിൽ ഒരു ഭയങ്കര രീതിയിൽ ഹിറ്റ് അടിച്ച് നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിലും ഇവർ സപ്പോർട്ടീവായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. എന്തൊക്കെയാണ് ഉജ്ജ്വലിന് ശേഷമുള്ള പരിപാടികൾ? ഉജ്ജ്വലിന് ശേഷം ഇപ്പോൾ 2-3 പരിപാടികൾ ഇങ്ങനെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഉജ്ജ്വലിന് മുമ്പും ഒരുപാട് പരിപാടികൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ പ്രൊഡക്ഷൻ ഇഷ്യൂസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടും അതുകൊണ്ടും ഇങ്ങനെ പ്രൊജക്റ്റുകൾ ഓണാവാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതൊക്കെ കുറച്ച് ബഡ്ജറ്റുകളുള്ള സിനിമയാണ്, ഞാൻ ചൂസ് ചെയ്ത് വെച്ചേക്കുന്ന സിനിമകളുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് അത്യാവശ്യം 8 കോടിയോ 10 കോടിയൊക്കെ വരേണ്ട സാധനമാണ്. ആക്ഷനും അങ്ങനെ ക്വാളിറ്റിയിൽ ചെയ്തെടുത്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഒരുപാട് സ്ഥലത്തൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്ന 8 കോടിയുടെ പ്രൊജക്റ്റ് 4 കോടിയുടെ ഇതിലേക്ക് ചെയ്യുമ്പോൾ, അതായത് അതിൻ്റെ ക്വാളിറ്റി മാറ്റേഴ്സ്. ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് തിയേറ്റർ ക്വാളിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ ഓഡിയൻസ് തിയേറ്ററിലേക്ക് വരാത്തൊരു പരിപാടിയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യേണ്ട അവസ്ഥ വന്നപ്പോൾ അതൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്ന പരിപാടികളിൽ നോക്കി ചൂസ് ചെയ്ത് അങ്ങനെ ഒന്നാണ് ഉജ്ജ്വലൻ.